നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ യൂണിറ്റിന്റെ പേര് പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എന്നാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പബ്ലിക് ഫിനാൻസ്, അതിന്റെ ഡെഫിനിഷൻസ്, സ്കോപ്പ്, അതുപോലെ എന്താണ് പ്രൈവറ്റ് ഫിനാൻസ്, അതിന്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, പിന്നെ പബ്ലിക്കും പ്രൈവറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. സോ എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് നോക്കാം. അത് ഗവൺമെന്റിന്റെ ചെലവ്, അതുപോലെ ഗവൺമെന്റിന്റെ വരവ്, ഇതിന്റെ കണക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പൊതു ഫണ്ടിന്റെ വിനിയോഗം, ഗവൺമെന്റ് എപ്രകാരമാണ് പൊതു ഫണ്ടിന്റെ വിനിയോഗം നടത്തുന്നത്, എപ്രകാരമാണ് ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ, സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്, അത് നടപ്പിൽ വരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു പബ്ലിക് ഫിനാൻസ് എന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചില ഡെഫിനേഷൻസ്, പബ്ലിക് ഫിനാൻസ് എന്താണെന്നുള്ള പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ചില ഡെഫിനേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നമ്മൾ പ്രൊഫസർ ഹഗ്ഡാൾട്ടന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കുന്നുണ്ട്, പ്രൊഫസർ റിച്ചാർഡ് ആർ മാസ്ഗ്രേവിന്റെ ഡെഫിനേഷൻ പഠിക്കണം, പിന്നെ പ്രൊഫസർ ഇ.പി. ടൈലറുടേത്, അതുപോലെ ഹാർവിയസ് റോസന്റേഡ്. ഇത്രയും ഡെഫിനേഷൻസ് ആണ് നിങ്ങൾ ഇവിടെ വഴിഹാട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യ ഡെഫിനേഷൻ, പ്രൊഫസർ ഹഗ്ഡാൾട്ടന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് പൊതു ധനകാര്യം പൊതു അധികാരികളുടെ വരുമാനവും ചെലവും കൂടാതെ ഒന്നിനു പിറകെ ഒന്നായി ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രൊഫസർ ഹഗ്ഡാൾട്ടൻ പൊതു ധനകാര്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് എന്ന് പറയുന്നത്, പൊതു അധികാരികളുടെ വരവും അതുപോലെ തന്നെ വരുമാനവും ചെലവും കൂടാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് 1 by 1 ആയിട്ട് ലീനിയർ ആയിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് പൊതു ധനകാര്യം എന്നാണ് ഹഗ്ഡാൾട്ടൻ പറയുന്നത്. ഇനി റിച്ചാർഡ് ആർ മാസ്ഗ്രേവിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സർക്കാരിന്റെ റവന്യൂ ചെലവ് പ്രക്രിയയെ കേന്ദ്രീകരിക്കുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണതയാണ് പൊതുധനകാര്യം എന്ന് വിളിക്കുന്നത്. ഇവിടെ റിച്ചാർഡ് ആർ മാസ്ഗ്രേവ് പറയുന്നത് സർക്കാരിന്റെ ഈ റവന്യൂ ചെലവ് പ്രക്രിയക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ചെലവുകള് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് ചെലവുകളെല്ലാം നിർവഹിച്ചു പോകുന്നത്. സോ അതിനെ കുറിച്ചുള്ള ഒരു പഠനം, ഇവിടെ ചെലവുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നത് മാസ്ഗ്രേവിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഓർത്തിരിക്കുക. ദെൻ ഇ.പി. ടൈലർ എന്താണ് പറയുന്നത്? ടൈലറുടെ അഭിപ്രായത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ഒരു സംഘടിത ഗ്രൂപ്പിൽ പബ്ലിക് ഫിനാൻസ് പൊതുജനങ്ങളുടെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. രാഷ്ട്രം അതിന്റെ ഘടകങ്ങളിലൂടെ ഗവൺമെന്റിന് ആവശ്യമായ വിഭവങ്ങൾ സ്വരൂപിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നതിനെയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഇ.പി. ടൈലറുടെ ഡെഫിനിഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള്, കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. ഇദ്ദേഹം പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളും അതിന് കീഴിലുള്ള സംഘടിത സ്ഥാപനങ്ങളുടെയും എല്ലാം ഫിനാൻസ് പൊതുജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലും അതുപോലെ പൊതുവായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ടൈലറുടെ ഡെഫിനിഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റോസന്റേന്റെ അഭിപ്രായത്തില് പബ്ലിക് ഫിനാൻസ് പൊതുമേഖല സാമ്പത്തിക ശാസ്ത്രം എന്ന് അറിയപ്പെടുന്നു. ഗവൺമെന്റിന്റെ നികുതി, ചെലവ് പ്രവർത്തനങ്ങളിലും വിഭവങ്ങളുടെ വിനിയോഗത്തിലും വരുമാനത്തിലും അവരുടെ സ്വാധീനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷന്റെ ഒരു പ്രത്യേകത, അത് വിഭവങ്ങളും അതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഡെഫിനീഷൻസ് ആണ് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഡെഫിനീഷൻസ് എന്ന് പറയുന്നത്. ദെൻ പബ്ലിക് ഫിനാൻസിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് പബ്ലിക് ഫിനാൻസിന് ഉള്ളത്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പൊതു വരുമാനമാണ്. അതായത്
പൊതുവരുമാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ വരുമാനമാണ്. ഈ സർക്കാരിന്റെ വരുമാനം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവിധ പദ്ധതികൾ, ആ പൊതു വരുമാനത്തിൽ നിന്നും പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിവിധ മേഖലകൾക്കായി അലോക്കേറ്റ് ചെയ്യുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. സോ അത് തന്നെയാണ് പൊതുധനകാര്യത്തിന്റെ ഏറ്റവും വലിയ സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ പൊതുചെലവ്, നമ്മൾ പൊതുവരുമാനത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന്റെ പൊതുവായിട്ടുള്ള ചെലവിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ സർക്കാരിന്റെ പൊതു ചെലവുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ വികസനം സാധ്യമാകുന്നത്. വികസന പ്രവർത്തനങ്ങള് എല്ലാം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ പൊതു ചെലവാണ്. അപ്പോ ഒരു രാജ്യത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന്റെ ഒരു അളവുകോലായിട്ട് നമുക്ക് പൊതു ചെലവുകളെ പറയാനായിട്ട് സാധിക്കും. അത് നമുക്ക് പബ്ലിക് ഫിനാൻസിന്റെ ഒരു സ്കോപ്പായിട്ട് പറയാം. ദെൻ പൊതുകടം. പൊതുകടം എന്നത് സർക്കാരിന്റെയും സർക്കാർ ഏജൻസികളുടെയും കടത്തെയാണ് നമ്മൾ പൊതുകടം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുകടവും ഈ പബ്ലിക് ഫിനാൻസിന്റെ ഭാഗമാണ്. ഇനി മറ്റൊന്ന് സാമ്പത്തിക ഭരണം. സർക്കാരിന്റെ ദൈനംദിന സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത് പൊതുകടം എന്നത് പബ്ലിക് ഫിനാൻസിന്റെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സ്കോപ്പാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിരതയാണ്. പൊതു ധനനയത്തെ കേന്ദ്രീകരിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിരത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ പൊതു ധനകാര്യം എന്നത്, പബ്ലിക് ഫിനാൻസ് എന്നത് വലിയ സ്കോപ്പുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൈവറ്റ് ഫിനാൻസ് എന്താണെന്നാണ്. പ്രൈവറ്റ് ഫിനാൻസ് എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വരവ് ചെലവുമായി ബന്ധപ്പെട്ട കണക്കിനെയാണ്. നമ്മൾ പബ്ലിക് എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് ആണെങ്കിൽ, പ്രൈവറ്റ് എന്നതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് സ്വകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പ്രൈവറ്റ് ഫിനാൻസിന്റെ മീനിങ് അത് വ്യക്തിഗത തലത്തിൽ സാമ്പത്തിക ആസൂത്രണവും വിനിമയവും വിതരണവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. ഇനി വ്യക്തിഗത ധനകാര്യം, അതുപോലെ ഒരു ബിസിനസ് എന്റർപ്രൈസസുകൾ, ബിസിനസ് ഫിനാൻസ് ഉൾക്കൊള്ളുന്നത് പ്രൈവറ്റ് ഫിനാൻസിലാണ്. കാരണം അത് ഗവൺമെന്റിൻ്റെതല്ല, ഗവൺമെന്റ് ഇതരമായിട്ടുള്ള എല്ലാത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നത് ഈ പറയുന്ന പ്രൈവറ്റ് ഫിനാൻസിലാണ്. ഇനി പ്രൈവറ്റ് ഫിനാൻസിന്റെ സ്കോപ്പ്, അത് സാമ്പത്തിക ലക്ഷ്യക്രമീകരണം നടക്കുന്നത്, ഒരു പ്രോഗ്രാമിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഒക്കെ നടത്തുന്നതിന് ഏറ്റവും സുഗമമായിട്ടുള്ളത് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. കാരണം കുറച്ചുകൂടി ഈസിയർ മെത്തേഡിലൂടെ നമുക്ക് നയരൂപീകരണങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് പ്രൈവറ്റ് ഫിനാൻസിന്റെ ഒരു സ്കോപ്പാണ്. അതുപോലെ മറ്റൊന്നാണ് ബഡ്ജറ്റിംഗ്. ഗവൺമെന്റ് ചെലവ് വരവ് കണക്കുകളെക്കാൾ ഏറെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയ രീതിയിൽ കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് പോസിബിൾ ആകുന്നത് പ്രൈവറ്റ് ഫിനാൻസ് സെക്ടറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നതിനൊക്കെ കുറച്ചുകൂടി ഈസിയർ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാവുന്ന മേഖല എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. ഇനി വരുമാന മാനേജ്മെന്റ് ആണ് മറ്റൊന്ന്. ഈ ശമ്പളം, നിക്ഷേപം, വാടക തുടങ്ങിയ വരുമാന നിക്ഷേപത്തിന്റെ വിവിധ മേഖലകളെ അല്ലെങ്കിൽ വിവിധ ഐറ്റംസിനെ കോർഡിനേറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് പ്രവർത്തിക്കാനും ഈസി ആയിട്ടുള്ളത്, കൂടുതൽ ഈസിയാണ് എന്നുള്ളത് പ്രൈവറ്റ് ഫിനാൻസിന്റെ ഒരു സ്കോപ്പാണ്. ഇനി ചെലവ് മാനേജ് ചെയ്യുന്നിടത്തും ഈ പ്രൈവറ്റ് ഫിനാൻസിൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള വേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും പ്രൈവറ്റ് ഫിനാൻസിന്റെ ഒരു സ്കോപ്പാണ്. ഇനി എന്താണ് പബ്ലിക് ഫിനാൻസിന്റെ പ്രാധാന്യം എന്നുകൂടി നമുക്ക് നോക്കാം. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എങ്ങനെയാണ് പണം സ്വരൂപിക്കുന്നത്, ചെലവഴിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് ഒരു രാജ്യത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു മിക്സഡ് ഇക്കോണമി, അതുപോലെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതു ധനകാര്യം, പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. ഇനി പൊതു ധനം ഉപയോഗിച്ച് പുനർവിതരണം വളരെ ഈസി ആയിട്ട് പുനർവിതരണം നടക്കുന്നു. ഈ പുനർവിതരണത്തിലൂടെയാണ് എല്ലാ
ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാവരിലേക്കും എത്തുന്നത്, ജനങ്ങളിലേക്ക് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തുന്നത് ഈ പുനർവിതരണത്തിലൂടെയാണ്. സോ ഒരു ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ഒരു വികസിത അല്ലെങ്കിൽ അവികസിത ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനങ്ങളുടെയും ഉന്നമനം എന്നുള്ളത് സർക്കാരുകളുടെ ബാധ്യതയാണ്. അപ്പോൾ ഇത് കൃത്യമായി നടപ്പിൽ വരുത്തണമെങ്കിൽ പബ്ലിക് ഫിനാൻസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസുമാണ്. അതായത് സാമ്യങ്ങളും വ്യത്യാസങ്ങളുമാണ് നമ്മൾ അവസാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ സമാനതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ലക്ഷ്യം, പബ്ലിക് ഫിനാൻസിന്റെയും പ്രൈവറ്റ് ഫിനാൻസിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ വെൽഫെയർ അല്ലെങ്കിൽ മനുഷ്യരുടെ ആഗ്രഹ പൂർത്തീകരണം തന്നെയാണ്. ഇനി ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾസ്, ഇവ രണ്ടിന്റെയും പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഏകദേശം സമാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ രണ്ടിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പൊതു തത്വം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ആണ്, ദൗർലഭ്യം. സ്കേഴ്സിറ്റി ഏതൊരു ഇക്കോണമിയിലും പൊതുവായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ബിക്കോസ് ഈ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നത് മനുഷ്യന്റെ വോൺസ് എന്ന് പറയുന്നത്, നീഡ്സ് എന്ന് പറയുന്നത് ബൗണ്ടറീസ് ഇല്ലാത്തതാണ്. അത് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്നാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ അൺലിമിറ്റഡ് വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണുള്ളത്. സോ ഈ അൺലിമിറ്റഡ് വോൺസും ലിമിറ്റഡ് റിസോഴ്സും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഏതൊരു ഇക്കോണമിയും, അത് പബ്ലിക് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ, ഏതൊരു ഇക്കോണമിയിലും പൊതുവായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി വരുമാനവും ചെലവും, അത് രണ്ടിന്റെയും ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെലവുകൾ ഉള്ളതും വരുമാനം കുറവുമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കടം വാങ്ങുന്ന ഒരു ടെൻഡൻസിയും രണ്ട് ഇക്കോണമിയുടേതും സിമിലാരിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി പോളിസി ഫോർമേഷൻ എന്ന് പറയുന്നത് രണ്ടിടത്തും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിടത്തും ഒരേ തരത്തിലുള്ള സമാനതകളുള്ള പോളിസി ഫോർമേഷൻ ആണ് രണ്ടിടത്തും വേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് ഡിസിമിലാരിറ്റീസ് ആണ്. എന്തൊക്കെയാണ് പ്രൈവറ്റും പബ്ലിക്കും ഫിനാൻസസ് തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് എന്ന് നോക്കാം. ഒന്നാമത്തേത് ലക്ഷ്യം തന്നെ. പ്രൈവറ്റ് സെക്ടറിന്റെ ലക്ഷ്യം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വികസനം തന്നെയാണ്, എന്നാൽ സാമ്പത്തിക നേട്ടം തന്നെയാണ്. എന്നാൽ പബ്ലിക് ഫിനാൻസിന് ഒരു പൊതു ലക്ഷ്യമാണുള്ളത്. അതായത് ഒരു രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ ഒരു ജനതയുടെ വികസനം, ഒരു സൊസൈറ്റിയുടെ വികസനം, ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പബ്ലിക് ഫിനാൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വെൽഫെയർ ആയിരിക്കും. മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് വെൽഫെയർ ആണ്. എന്നാൽ പ്രൈവറ്റിൽ അത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, പ്രോഫിറ്റ് മോട്ടീവ്സ് ആണ്. അതിനെ ഒരു ഡ്രിവൺ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഇനി വരവും ചെലവും ക്രമീകരിക്കുന്നതിന് പ്രൈവറ്റില് ഉള്ള മെക്കാനിസവും പബ്ലിക്കിലുള്ള മെക്കാനിസവും രണ്ട് രീതിയിൽ തന്നെ ആയിരിക്കും. സർക്കാർ ക്ഷേമം മുൻനിർത്തിയിട്ട് കൂടുതൽ പ്രോഫിറ്റ് മോട്ടീവ് ഒന്നും ഇല്ലാതെ ക്ഷേമ താല്പര്യത്തിലാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. എന്നാൽ പ്രൈവറ്റിൽ അങ്ങനെയല്ല. വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസിന്റെ ഗ്രോത്ത് ആണ് അവരുടെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ഫിനാൻസിനെ നമുക്ക് മൈക്രോ ആയിട്ട് കാണാൻ സാധിക്കും, വേറാസ് പബ്ലിക് എന്ന് പറയുന്നത് ഒരു മാക്രോ ലെവലാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടിന്റെയും വരുമാന സ്രോതസ്സിൽ വ്യത്യാസമുണ്ട്. പബ്ലിക് ഫിനാൻസിന്റെ വരുമാന സ്രോതസ് പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന നികുതി, അതുപോലെ പബ്ലിക് സെക്ടറിൽ നിന്നുള്ള വരുമാനമാണ് പബ്ലിക് ഫിനാൻസിന്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് എന്റർപ്രൈസുകളുടേത് അങ്ങനെയല്ല. അത് പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്ന സേവനങ്ങൾക്കും സാധനങ്ങൾക്കും ഒക്കെ ഈടാക്കപ്പെടുന്ന വരുമാനം തന്നെയാണ്, പേയ്മെന്റ് തന്നെയാണ് പ്രൈവറ്റിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. ഇനി കടമെടുക്കുന്ന ഉറവിടങ്ങൾ അഥവാ സോഴ്സസ് ഡിഫറെന്റ് ആയിരിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക്, പ്രൈവറ്റ് എന്റർപ്രൈസുകൾ അല്ലെങ്കിൽ സർക്കാർ സജ്ജീകരിച്ചിരിക്കുന്ന കടമെടുക്കാൻ ഉള്ള ബാങ്കുകൾ, അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് പ്രൈവറ്റ് സെക്ടറിലേക്ക് കടം വാങ്ങിക്കുന്നത്. എന്നാൽ ലോകബാങ്ക്, IMF തുടങ്ങിയ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കടം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ വിപുലമായിട്ടുള്ള മറ്റു മാർഗങ്ങളാണ് ഈ പബ്ലിക്
ഫിനാൻസിൽ ഉൾപ്പെടുന്ന കടം വാങ്ങൽ രീതികൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫലങ്ങളുടെ വിലയിരുത്തൽ, അതായത് ഒരു സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വാർഷിക തലത്തിലാണ് പബ്ലിക് സെക്ടറിൽ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഒരു ഡേ ടു ഡേ അസസ്മെന്റ് ആണ് പ്രൈവറ്റ് സെക്ടറിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. സോ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ്, എന്താണ് പ്രൈവറ്റ് ഫിനാൻസ്, ഇവ രണ്ടിന്റെയും സ്കോപ്പ്, അതുപോലെ അവയുടെ ഡെഫിനിഷൻസ്, പിന്നെ ഇവ രണ്ടിലുമുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. ഈ യൂണിറ്റ് പൂർണ്ണമാകുന്നു. താങ്ക് യു.